ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ ഒരു ഇൻസ്പയർഡ് പെർഫ്യൂം പരിചയപ്പെടുത്താം. വേഴ്സാച്ചെ ഡിലൻ ബ്ലൂ പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ഈ അടുത്ത കാലത്തായിട്ട് നൈക്കയിലും മിന്ത്രയിലും നൈക്കാമാനിലും ഒക്കെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബ്രാൻഡ്. ഇതിന്റെ പേര് എനിക്ക് കാണാണ്ട് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു പെർഫ്യൂം എന്നൊക്കെ പറഞ്ഞത്. സോ പെർഫ്യൂമിന്റെ പേര് ഹൗസ് ഓഫ് എസെൻസ് ഫോൺ വാക്ക്, അതാണ് ഈ കമ്പനീന്റെ പേര്. ഇനി പ്രൊഡക്റ്റിന്റെ പേര് ഇവിടെ ഫോൺ വാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുള്ളത് കാലബ്രൈൻ ബ്ലൂ, അതാണ് ഈ പെർഫ്യൂമിന്റെ പേര്. ഇവിടെ ഇത് ജസ്റ്റ് അവർ അതിന്റെ പേര് ഇവിടെ പ്രിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, കോമൺ നെയിം. ബാക്കിൽ ഒരു സ്റ്റിക്കർ ആയിട്ടാണ് കാലബ്രൈൻ ബ്ലൂ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഇത് 8 ml ആണ്. 8 ml 300 ചേഞ്ചിനാണ് കിട്ടുന്നത്. 8 ml 20 ml 50 ml 100 ml ഇങ്ങനെയാണ് ഈ പെർഫ്യൂം വരുന്നത്. സോ 100 ml 1400 ചേഞ്ച്, 50 ml 999, 20 ml 599 എനിക്കാണ് പ്രൈസ് വരുന്നത്. സോ ഇത് വേഴ്സാച്ചെ ഡിലൻ ബ്ലൂവിന്റെ ഇൻസ്പയർഡ് ആണ്. അപ്പൊ ഈ കമ്പനീന്റെ ഏത് പെർഫ്യൂംസ് നോക്കിയാലും ഇൻസ്പയർഡ് തന്നെയാണ്. അവർ അതങ്ങനെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻസ്പയർഡ് ആണെന്നുണ്ട്. അത് നമുക്കത് അപ്ലൈ ചെയ്ത് നോക്കാം. വേഴ്സാച്ചെ ഡിലൻ ബ്ലൂവിന്റെ ഫ്രാഗ്രൻസ് ആണെന്ന്. അത് ആറ്റോമൈസർ ഒക്കെ നല്ല തന്നെയാണ് കേട്ടോ. ഓക്കെ, ഡിലൻ ബ്ലൂ എന്ന് കിട്ടുന്ന അതേ വൈബ് തന്നെ, ഓൾമോസ്റ്റ് ഒരു 80 to 90% സിമിലർ ആയിട്ട് കിട്ടുന്ന ഒരു വൈബ് തന്നെയാണ് ഈ പെർഫ്യൂമിലുള്ളത്. ഞാനിത് ഫസ്റ്റ് അപ്ലൈ ചെയ്ത സമയത്ത് ഇത് കുറേ നാളായി എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. അപ്പൊ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ വെക്കും. അങ്ങനെ ഇടയ്ക്ക് ഒക്കെ എടുത്ത് എപ്പോഴെങ്കിലൊക്കെ ഇത് എടുത്ത് അപ്ലൈ ചെയ്ത് നോക്കും. അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഞാനിത് ഫസ്റ്റ് ഏതിനെ ഇൻസ്പയർഡ് ആണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതിലൊരു ഫ്രഷ്നെസ് ഉണ്ട്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ കുറച്ചൊരു ബ്ലൂ നോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ആദ്യം കരുതി ഇത് നമ്മുടെ ഫിയേഴ്സ് ഒക്കെ പോലെ എന്തോ ഒരു ഫ്രാഗ്രൻസ് ആണല്ലോ അത് വരുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഫിയേഴ്സിന്റെ ക്ലോൺ ആയിരിക്കും എന്നൊക്കെ കരുതി ഞാൻ അങ്ങനെ അന്ന് വലിയൊരു കെയർ ഒന്നും കൊടുത്തില്ല. കാരണം അത് ഓൾറെഡി നമ്മൾ ഒരുപാട് ക്ലോൺസ് കണ്ടതല്ലേ. അപ്പോ അങ്ങനെ പിന്നീട് ഒരിക്കലും ഇത് എടുത്ത് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഇതൊരു ഇത്തിരി ഡ്രൈ ഡൗൺ വന്നപ്പോഴാണ് ഈ ഡിലൻ ബ്ലൂ എന്ന് വരുന്ന ആ ഒരു സ്പൈസി നോട്ട്സ് ഒക്കെ ഇതിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ ഇത് എടുത്തിട്ട് നെറ്റിൽ നോക്കിയപ്പോൾ ഓക്കെ, മനസ്സിലായത് ഡിലൻ ബ്ലൂവിന്റെ ഇൻസ്പയർഡ് ആണ് എന്നുള്ളത്. അപ്പൊ ഞാനത് പറയാൻ കാര്യം, ഓപ്പണിങ്ങിലുള്ള ഒരു കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മളിത് ഒറ്റ ഷോട്ടിൽ അപ്ലൈ ചെയ്ത് പോയാൽ ചിലപ്പോൾ ഡിലൻ ബ്ലൂ ആണ് എന്നൊന്നും മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഒരു ഇത്തിരി കഴിയുമ്പോൾ നമുക്ക് ആ ഡിലൻ ബ്ലൂയുടെ ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാനത് ഓൾറെഡി ഇവിടെ ഒരെണ്ണം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മേലെ വീണ്ടും അപ്ലൈ ചെയ്തിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഫ്രാഗ്രൻസ് വരുന്ന ഇതിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഓപ്പണിങ്ങിൽ ഒരു നല്ലൊരു സിട്രസി ഫ്രഷ്നെസ് ആണ്. അതിന്റെ കൂടെ തന്നെ ചെറുതായിട്ടൊരു അരോമാറ്റിക് നോട്ട്സും പിന്നെ കുറച്ച് നമുക്ക് ഡിലൻ ബ്ലൂ എന്ന് കിട്ടുന്ന ആ ഒരു പെപ്പറി ഫ്രാഗ്രൻസും അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സ്പൈസി ഹിൻസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഡ്രൈ ഡൗൺ വരുമ്പോൾ ഒരു ബൂഡി, പച്ചോളി ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ബൂഡി പ്ലസ് ഗ്രീൻ നോട്ട്സ് അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ പെർഫ്യൂം. ഡിലൻ ബ്ലൂ എന്ന് പറയുമ്പോൾ പല പെർഫ്യൂംസിന്റെയും ഒരു ഫ്യൂഷൻ ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. ഏതൊക്കെയോ നമ്മളെ ഈ വേഴ്സാച്ചെ അല്ല, ഈ കൂൾ ബ്ലൂഡി ഷെനയിലും ഡിയോർ സവാഷും ഇതെല്ലാം കൂടി മിക്സഡ് ആയിട്ടൊക്കെ പോലെ ഇങ്ങനെ സ്നിഫ് ചെയ്താൽ നമുക്ക് പരിചിതമായ പല പെർഫ്യൂംസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഡിലൻ ബ്ലൂ എന്ന് കിട്ടുക. സോ അങ്ങനത്തെ ഒരു വൈബൊക്കെ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. തിരക്കടില്ലാത്ത ഒരു പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഒരു 1.5 hours വരെ പ്രൊജക്ഷൻ ഉണ്ട്. അവിടെ നമുക്കൊരു 5 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ഈ പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ താല്പര്യമുള്ളവര്, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇൻസ്പയർഡ് വേർഷൻസ് നിങ്ങൾ സാധാരണ കിട്ടാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരുടെ സൈറ്റിൽ ഇങ്ങനെ കയറി നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്താ പറയാ, പേഴ്സണലി ഇത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് യൂസ് ചെയ്യുന്നതിൽ. പിന്നെ ബാക്കി അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പല ഒക്കേഷൻസിലേക്കൊന്നും അങ്ങനെ യൂസ് ചെയ്ത് പോയിട്ടൊന്നുമില്ല. ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്തതിന്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഡിലൻ ബ്ലൂ എന്ന പെർഫ്യൂമിന്റെ. നമുക്ക് അധികം ക്ലോൺസ് കാണാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഡിലൻ ബ്ലൂ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിവേസ്, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.